ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണുണ്ടോ. ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഉപ്മാവ് പിന്നെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്മാവ് ഇവിടെ ചേട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കഴിക്കും, കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ആൾക്ക് പിന്നെ ഉപ്മാവ് കൊടുത്തിട്ടില്ല നമ്മളിതുവരെയായിട്ടും. അപ്പോൾ അവൾക്ക് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായി പുറത്ത്. പിന്നെ സവാളയും ക്യാരറ്റുമാണ് ഉപ്മാവിലിടുന്നത്, വേറെ ബീൻസൊന്നും കിട്ടിയില്ല ഇടാനായിട്ട്. പിന്നെ ഈ കറി താളിക്കാനുള്ള സവാളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ ഉപ്മാവിലേക്ക് തന്നെ എല്ലാ സവാളയും എടുത്തായിരുന്നു. രാവിലെ നടക്കാൻ പോയി വന്നാൽ പിന്നെ റെസ്റ്റൊന്നും ഉണ്ടാവില്ല. നേരെ കിച്ചണിൽ കയറണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന് ഹസ്ബൻഡ് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി കേട്ടോ, ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡയറ്റീഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടേ. ഡെലിവറിക്ക് മുന്നേ ഞാൻ 58 കിലോ ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ 69 ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വെയിറ്റ് കൂടുതലാണ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട്, എന്നാലും വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ എന്തായാലും ഡയറ്റൊക്കെ എടുത്തു, പിന്നെ നടക്കാൻ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ ഒരു നല്ല ഡയറ്റീഷ്യനെ കണ്ടിട്ടേ, യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയതൊക്കെ. എന്നാലും നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് ഡയറ്റ് എടുക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഇപ്പോൾ കൊച്ചൊക്കെ ആയിട്ട് പതിക്കെ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്, ഉച്ചയ്ക്ക് രാവിലെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനായിട്ട്. എൻ്റെ വീഡിയോ കുറച്ച് പേര് കാണുന്നുണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ വീഡിയോസ് അത്രയും പെർഫെക്റ്റ് അല്ല, കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഫാമിലി വ്ളോഗ്സൊക്കെ കാണാറുണ്ട്, ഒരുപാട് കാണാറുണ്ട്. കാരണം വെച്ചാൽ വീട്ടിൽ തന്നെയാണല്ലോ, ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്. റീൽസിനേക്കാളും കൂടുതൽ ഞാൻ കാണുന്നത് ഇങ്ങനെ ഫാമിലി വ്ളോഗ്സൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി വ്ളോഗ്സ് കാണാനായിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ഞാൻ എൻ്റെ ശൈലിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണതെന്നൊക്കെ നോക്കി വയ്ക്കും, അത്ര തന്നെ. പിന്നെ എൻ്റെ ശൈലിയിൽ ഞാൻ ചെയ്യും. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ, അതന്നെ എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ കൊച്ച് ഉറങ്ങുന്ന സമയങ്ങളിലും പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉള്ള സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത്. കൊച്ചിനെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വായയിലെടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ച് കയറൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം അവിടെ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉള്ളപ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, കൂടുതൽ ഉറങ്ങുന്ന സമയങ്ങളിൽ. അല്ലെങ്കിൽ പിന്നെ ക്യാമറ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഉണ്ടാവും, അങ്ങനെ ചെയ്യും. കിച്ചണിൽ പരമാവധി ഞാൻ അവളെ കയറ്റാറില്ല, കാരണം കിച്ചണിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ കൊച്ചിനെ നോക്കാനൊന്നും ആരുമില്ല വീട്ടിൽ, ഞാൻ തന്നെ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ആൾ നോക്കും. പിന്നെ ചെറിയ ആൾക്ക് പിന്നെ മൂത്ത ആൾക്ക് കുറേ ഹോംവർക്കും പഠിക്കാനൊക്കെ ഉണ്ടാവും. എന്നാലും അവൾ കുറച്ച് നേരം നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ ടൈം ആൾ എൻ്റെ കൂടെയാണ് പകല്. രാത്രിയൊക്കെ ആകുമ്പോഴാണ് അവരുടെ കൂടെയൊക്കെ പോവുക. പിന്നെ ആളെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. രാത്രിയൊക്കെ ഉറക്കത്തെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. കറക്റ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുള്ളൂ. ചില സമയങ്ങൾ പുലർച്ചെ ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ. മോൾക്കുള്ള ഇഡലി ഉണ്ടാക്കണേ, ആകെ 3 ഇഡലി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. 2 ഇഡലി അവൾ കഴിക്കുള്ളൂ, എന്നാലും 3 ഞാൻ ഉണ്ടാക്കി. എന്തെങ്കിലും അവന് സോഫ്റ്റ് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ആവുന്നതിൽ ചെയ്താന്ന് വെച്ചിട്ടാണ് 3 ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപ്മാവ്, കൊച്ചിന് മാത്രം ഇഡലി.
ആൾക്ക് ഉപ്മാവ് കൊടുത്തിട്ടില്ല. ഉപ്മാവൊക്കെ ഉണ്ടാക്കിയത് അടച്ച് വെച്ചിട്ടുണ്ട്, വേകാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചി എന്നേക്ക് മുന്നേ കൊച്ചിന് പാലുണ്ടാക്കി വയ്ക്കണം. ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. നാൻപ്രോയാണ് കൊച്ചിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാലൊക്കെ മുന്നേ ഉണ്ടാക്കി വയ്ക്കണം, എന്നാലേ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ആൾക്ക്. എഴുന്നേറ്റിട്ട് പിന്നെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആൾ കുടിക്കില്ല. അങ്ങനെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നല്ലപോലെ ഇളക്കിയിട്ട് ഉടയ്ക്കാൻ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഇളക്കി ഉടയ്ക്കണം. ചക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക തോരൻ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ഉണ്ടാക്കണം, കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് കയറണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. ചക്ക നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ ആ ചേട്ടൻ തന്നത്. ഇതുപോലെ തന്നത് ആൾ. ഇനി നമുക്കിത് പൊളിച്ച് മുറിക്കേ വേണ്ടു. പാക്ക് ചെയ്തിട്ട് തന്നെ 100 രൂപയായിരുന്നു കേട്ടോ ഇതിന്. പിന്നെ അപ്പം ഇത് ചെറിയ ആൾ എഴുന്നേറ്റിട്ടുണ്ട്, പാലൊക്കെ കൊടുത്തായിരുന്നു അവൾക്ക്. പിന്നെ ഇഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ വെച്ച് പിന്നെ ആളുടെ കരച്ചിലൊക്കെ മാറ്റി ഹാപ്പി ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വെന്തിരിക്കുന്നുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് താളിക്കണം. ഇനി കറിക്ക് ഇടാനുള്ള വേപ്പില നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കുക കേട്ടോ. വേറെ വേപ്പില ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എന്നാലും ഫ്രഷായിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറച്ചുള്ളൂ. അപ്പോൾ 2 കതിരി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ താമരയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് കാണിച്ചു തന്നില്ല ഫസ്റ്റ് വീഡിയോയിൽ. താമരയൊക്കെ വലുതായിട്ടുണ്ട്, ഇലയൊക്കെ സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. കുറച്ച് മിൻറ്റ് പുതിനയെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ കറ്റാർ വാഴ. നല്ല വെയിലുള്ള കാരണം ഇപ്പോഴും വെള്ളം നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. എന്നാൽ 2 വേപ്പിലാണ് പൊട്ടിച്ചേക്കുന്നത് കേട്ടോ, 2 കതിരി. അത് പൊട്ടിച്ച് വരുമ്പോഴേക്കും കറിയൊക്കെ ആകെ കരിഞ്ഞു പോയായിരുന്നു, കുറച്ച് കരിഞ്ഞായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം വേപ്പിലൊക്കെ ഇട്ട് കറി അതിലേക്ക് ഒഴിച്ച് താളിച്ചെടുത്ത് വേഗം. കാരണം അവർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ.
ഫുഡ് റാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കറി, ചക്കക്കറിയും പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും പിന്നെ മീനൊക്കെ പുറത്ത് വയ്ക്കാനുണ്ട്. എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. കൊച്ചുങ്ങളെ കൊണ്ടുപോകണില്ല കേട്ടോ, കൊച്ചുങ്ങളുടെ ഇവിടെ ആൻറ്റി ഉണ്ട് നോക്കാനായിട്ട്. അപ്പോൾ അവരോട് ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല, ആൻറ്റി നോക്കിക്കോളും. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വരാം. ഈ ഡയറ്റീഷ്യനാകാൻ അധികം ആൾക്കാരുണ്ടാവില്ലല്ലോ, വേറെ പേഷ്യൻസ് പോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇവരെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ വേഗം കറിയൊക്കെ താളിച്ച് ആദ്യം കൊച്ചിന് അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കൊച്ചിനാണ് കൊടുക്കുന്നത് കേട്ടോ, ചെറിയ ആൾക്ക്. അവർക്ക് ഇഡലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇഡലിയിൽ ഇച്ചിരി പനങ്കൽക്കണ്ട് ഇട്ടിട്ടുണ്ട്, വേറെ കറിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് ഉപ്മാവ് ഞാൻ കഴിക്കാൻ പോവാണ്. ഹസ്ബൻഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ മോളും കഴിക്കുന്നുണ്ട്, അവരിന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ ചക്കൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ചക്ക മുറിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല. കാരണം നമ്മൾ 11 മണിക്കാണ് ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11 മണിക്ക് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് ഹസ്ബൻഡ് എന്നെ വീട്ടിലാക്കി ഫുഡ് കഴിച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്യാനുണ്ടോ. ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ലേറ്റ് ആയാലും പോയാലും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ 4 മണിവരേക്ക് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേഗം ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചക്ക. ചെറിയ ചുളയാണ്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൊളിച്ചെടുക്കാനൊക്കെ ആയിട്ട്. എല്ലാം ഇങ്ങനെ കൂട്ടി ചോദിച്ച് നിൽക്കുകയായിരുന്നു. വലിയ ചുളയ്ക്കാണെങ്കിൽ നമുക്ക് വിട്ടുവിട്ട് വേഗം കിട്ടിയാണ്. ഇതിപ്പോൾ ചെറുതായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ വേഗം അത് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി ഇനി അത് കുക്കറിൽ വെച്ച് നമുക്ക് അടച്ച് വേവിക്കാം. ഒരു സ്റ്റീം മതി കേട്ടോ, കാരണം പെട്ടെന്ന് വേവുമല്ലോ ചക്ക. ഇനിയിപ്പോൾ അത് ചക്ക ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല, അതായത് താളിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല, കാരണം വേഗം പോകണം. അപ്പോൾ വെറുതെ ഒന്ന് സ്റ്റീം ചെയ്ത് വയ്ക്കാമല്ലോ, വന്നു കഴിഞ്ഞാൽ താളിച്ച് ചേട്ടന് ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ വേഗം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ, അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ വേറെയും പണികളുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അത് മസാല പുരട്ടണം, വന്നിട്ട് ഫ്രൈ ചെയ്യുള്ളൂ, എല്ലാം വന്നിട്ട് ചെയ്യുള്ളൂ. എല്ലാം സെറ്റാക്കിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീം മതി കേട്ടോ വേവാനായിട്ട്. ഒരു സ്റ്റീം വന്നാൽ അത് ഓഫ് ചെയ്തിട്ടുണ്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 മീനെടുത്ത്, എന്ത് മീനാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല എന്താണെന്ന്. അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും ഇടുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വയ്ക്കും. അത്ര തന്നെ പുരട്ടി ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രീസറിലൊന്നും വെക്കില്ല, താഴെ തന്നെ വെക്കത്തുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുമല്ലോ ഡോക്ടർക്ക് പോയിട്ട്, അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ. ഫ്രീസറിലൊക്കെ വെച്ച് അതൊന്ന് ഫ്രീസൊക്കെ ആയി വരുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ എളുപ്പം കിട്ടൂല അത്. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി. റോഡിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇവിടെ തന്നെയായിരുന്നു എൻ്റെ ഡെലിവറി, ഇവിടെ തന്നെയായിരുന്നു, നോർമലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ടൈമായി, നമ്മളുടെ ഡോക്ടർ കയറി കണ്ട് കറക്റ്റ് ഡയറ്റ് പ്ലാനൊക്കെ തന്ന് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ ഒരു ടീ കുടിച്ച് ചേട്ടന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കലൂർ പോയി മീൻ വാങ്ങിയായിരുന്നു. ഇവിടെ നിന്നാണ് സ്ഥിരം മീൻ മേടിക്കാറ് കേട്ടോ. ചേട്ടൻ പുറത്തുനിന്ന് മീൻ വാങ്ങാമെന്ന്, ഞാൻ കാറിൽ തന്നെ ഇരുന്നുള്ളൂ, പുറത്തേക്ക് ഇറങ്ങിയില്ല. കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം കേട്ടോ. അത്ര നല്ല ഹെൽത്തിനൊക്കെ അത്ര നല്ല ഓക്കെ എന്നെല്ലാം തോന്നുന്നു കണ്ടിട്ട്. മിഠായി കളറൊക്കെ കണ്ടില്ലേ, ഭംഗിയുണ്ട്. മേടിച്ചോട്ടോ, ടീ കുടിച്ച കടയില്ലേ, അവിടെ നിന്ന് മേടിച്ചതാണ്. മാംഗോയുടെ ഷേപ്പിൽ. അങ്ങനെ വീട്ടിലെത്തി കറിയൊക്കെ ഒന്ന് സെറ്റാക്കി, ഒന്നുകൂടി വേവാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി തുറന്ന് അത്യാവശ്യം വേവായിട്ടുണ്ട്. പിന്നെ താളിക്കാനുള്ള പരിപാടിയാണ് ചെയ്യണം. അപ്പോൾ നോർമൽ തന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് വേണം ഈ ചക്കയിലിട്ട് ഇളക്കും. അത്ര
സ്പെഷ്യലായിട്ടൊന്നും വെക്കണമെന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ ഞങ്ങൾ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട്. അങ്ങനെ ചെമ്മീൻ വേഗം വന്നിട്ട് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് പോകാൻ ടൈമായിട്ടുണ്ട്, വേഗം കഴിച്ചിട്ട് പോകണം. പെട്ടെന്നാണ് കേട്ടോ കുക്ക് ചെയ്യണത്. മീനൊക്കെ വേഗം ഫ്രൈ ചെയ്യണം, കുറച്ചെണ്ണം ഒഴിച്ചിട്ടുള്ളൂ. കറി താളിക്കാട്ടോ. ഇനി മീനൊക്കെ വേഗം അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ചെമ്മീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടിയിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും ഇടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വേപ്പിലിടും, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി കുറച്ചുള്ളൂ, ഞാൻ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി. അപ്പോൾ അതൊക്കെ ഇട്ട് ഇളക്കി ചക്കയിലിട്ടിട്ട് കുഴയ്ക്കും, അത്ര തന്നെ. ചക്കപ്പുഴുക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. ഈ ഷുഗറുകാർക്ക് ചക്ക കഴിക്കാൻ നല്ലതെന്ന് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചക്ക കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. തേങ്ങയൊന്നും അധികം ഇടാണ്ട് കുറച്ചൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒന്നും ടൈമില്ല, കൊച്ചൊക്കെയുള്ള കണ്ട്, അതുകൊണ്ട് എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. വേറെ കുഴപ്പമൊന്നുമില്ല, ആൾക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ആളും തയ്യാറാണ്. ആളും ഹെൽപ്പ് ചെയ്യും കേട്ടോ, നല്ലപോലെ ആൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്, ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ കറി വേഗം വെക്കാം, ടൈമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഷൂട്ട് ചെയ്ത ആളാണ് കേട്ടോ, ആൾ നല്ലപോലെ ഷൂട്ട് ചെയ്ത് തരും. അങ്ങനെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈമായിട്ടുണ്ട് ചേട്ടന് പോകാനായിട്ട്. വേഗം ചോറ് കൊടുക്കുക. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഈ സവാള ഞാനിങ്ങനെ കുത്തിരിയാറുണ്ട്, ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സൈഡിലിടും കേട്ടോ. ചെറുതൊന്നും കഴിക്കില്ല, ഞാനും ചേട്ടൻ മൊത്തം കഴിക്കില്ല. അങ്ങനെ ചക്കയ്ക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ ചക്കയും പിന്നെ മീൻ ഫ്രൈയും പിന്നെ ചെമ്മീനും കൂടി ചോറ് കൊടുക്കുക ചേട്ടന്. അച്ചാർ ചേട്ടൻ കഴിക്കില്ല കേട്ടോ. അച്ചാർ ഇച്ചിരി കഴിക്കും വല്ലപ്പോഴൊക്കെ. അച്ചാർ കൊള്ളത്തില്ല എന്നൊക്കെ പറയും, ശരീരത്തിന് കൊള്ളത്തില്ല, കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അച്ചാറുകൾക്ക് ഞാൻ കൊടുക്കാറില്ല. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം അച്ചാർ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ചോറ് കൊടുക്കുക. അപ്പോൾ കുഞ്ഞ് വന്നിട്ടുണ്ട് അടുത്തിട്ടാ. പിന്നെ ആൾ പോയി. അങ്ങനെ പിന്നെ വൈകിട്ടത്തുള്ള പരിപാടി, വൈകിട്ട് കൊച്ചിനുള്ള ഫുഡ് ഉണ്ടാക്കണം. കൊച്ചിന് നേരത്തേക്ക് പുഴുങ്ങിയത് കൊടുക്കുന്നത് കേട്ടോ. മാറി കൊടുക്കുക, എന്തെങ്കിലും കുറുക്കോ എന്തെങ്കിലും ദോശ ഉണ്ടാക്കി കൊടുക്കുകയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും വൈകിട്ട്. പിന്നെ മൂത്താൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഷെയ്ക്കാണ് പറഞ്ഞത്. ഷെയ്ക്കൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ പൈനാപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താഴെ അടിയിൽ ചെറിയ ആൾ വരുന്നുണ്ട് കേട്ടോ. ഓരോന്ന് പറയാനും എന്നെ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ കരയും, അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കും വെച്ച് തമ്മിൽ. അങ്ങനെയൊക്കെ കരഞ്ഞൊക്കെ എൻ്റെ അടുത്തേക്ക് വരും. ചിലപ്പോൾ മൂത്താൾ കരയും, ചെറിയ ആൾ കരയും. അങ്ങനെയായിട്ട് ഓരോ ഇതുകൾ. രണ്ടാളും ഉണ്ടെങ്കിൽ നല്ല രസമാണ്. മൂത്താൾ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ ചെറിയ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു ഇതാണല്ലോ ആൾക്ക്. അങ്ങനെ അവസാനം എൻ്റെ കൂടെ പോകുന്ന ആൾ കരഞ്ഞിട്ട്. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുറച്ച് ജ്യൂസ് കൊടുത്തിട്ട് അധികമൊന്നും കൊടുത്തില്ല. എനിക്ക് ടെൻഷനാണ് ഇങ്ങനെ
പരിചയമില്ലാത്ത ഫുഡൊക്കെ കൊടുക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്. വയറിന് പറ്റിയില്ലെങ്കിലൊന്ന് വിചാരിച്ചിട്ടേ ആ പൊടിക്ക് ജ്യൂസ് കൊടുത്തുള്ള ആൾക്ക്. വേറെ പോമഗ്രാനൈറ്റ് ആപ്പിൾ ജ്യൂസൊക്കെ കൊടുക്കാറുണ്ട്. ആപ്പിൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഞാൻ കൊടുത്തുള്ളൂ, മടിച്ചിട്ട് ഞാൻ കൊടുത്തത്. അങ്ങനെ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡിന് പരിപാടി നോക്കുന്നുണ്ടോ. അപ്പോൾ വൻപയർ വെക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു ചാള ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ വൻപയറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ചാളയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡ് ഇതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.